ദേവൻ ചേച്ചിയോ ശ്വേത ചേച്ചിയോ? താരസംഘടനയായ അമ്മയുടെ തെരഞ്ഞെടുപ്പിൽ എന്തും സംഭവിക്കാം. അതായത് ആര് വേണമെങ്കിലും ഏത് പോസ്റ്റിലും വിജയിക്കും. വീറും വാശിയും കൂടുമ്പോൾ അടിയൊഴുക്കുകളാണ് നിർണായകം. അമ്മയുടെ പ്രസിഡന്റായി വനിതാ അംഗം എത്തുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. എല്ലാവർക്കും സന്തോഷമായില്ലേ? ഒരു മണിയാകുമ്പോൾ ഒരു മണിക്ക് വോട്ട് തീരും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് വരാൻ കാത്തിരിക്കുകയാണ്. റിസൾട്ട് അറിഞ്ഞിട്ടല്ലേ എല്ലാവരും പോകുള്ളൂ അല്ലേ? അത്രേ ഉള്ളോ? എങ്ങനെ റിസൾട്ട് അറിഞ്ഞേ പോകുള്ളോ? മറുപടി പറ നിങ്ങൾ അല്ലേ? വെയിറ്റ് ആൻഡ് സീ വാട്ട് ഇസ് ദ റിസൾട്ട്. ആര് ജയിക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത്? ദേവൻ ചേച്ചിയോ ശ്വേത ചേച്ചിയോ? ശ്വേതാ മേനോനും ദേവനും തമ്മിലാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരം. ശ്വേതാ മേനോനെതിരെ അടുത്ത കാലത്തുണ്ടായ കേസും വിവാദങ്ങളും സഹതാപ തരംഗമായി മാറിയിട്ടുണ്ട്. മോഹൻലാലും മമ്മൂട്ടിയും പിന്തുണയ്ക്കുന്നത് ശ്വേതയാണ്. എന്നാൽ ജനകീയ പ്രഖ്യാപനങ്ങളുമായി ഭൂരിപക്ഷ അംഗങ്ങളുടെ മനസ്സിലേക്ക് കടന്നുകൂടാൻ ദേവൻ കഴിഞ്ഞിട്ടുണ്ട്. സിനിമകളിലെ മുൻകാല താരങ്ങൾക്ക് നൽകുന്ന കൈനീട്ടം ഇരട്ടിയാക്കുമെന്നത് അടക്കം ദേവൻ മുൻപോട്ട് വെച്ചിട്ടുണ്ട്. ഇത് തെരഞ്ഞെടുപ്പിന് വാശി കൂട്ടുന്നു. അതിനിടെ മുൻ ജനറൽ സെക്രട്ടറി സിദ്ദിഖും ശ്വേതയും രണ്ട് തട്ടിലാണെന്നും അഭ്യൂഹമുണ്ട്. ഇതിനൊപ്പം ദിലീപ് ഫാക്ടറും അമ്മയിൽ ചർച്ചയാണ്. നടിയെ ആക്രമിച്ച കേസ് അമ്മയിൽ എന്നും ഇരുതല മൂർച്ചയുള്ള ഒരു ആയുധമാണ്. ദിലീപിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും അതിശക്തമാണ്. ഈ സാഹചര്യത്തിൽ ദിലീപിനെ പിന്തുണയ്ക്കുന്ന നിലപാട് പരസ്യമായി എടുക്കുന്നതടക്കം വോട്ടെടുപ്പിൽ ചലനമുണ്ടാക്കും. 13 പേരാണ് ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തുടക്കത്തിൽ പത്രിക നൽകിയത്. ബാബുരാജ് അടക്കം 12 പേരും മത്സരത്തിൽ നിന്ന് പിൻവാങ്ങി. ഏറ്റവും കൂടുതൽ ആളുകൾ മത്സരരംഗത്ത് എത്തുകയും പിൻവലിക്കുകയും ചെയ്ത തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേത്. ജഗദീഷ് പിന്മാറിയതോടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോനും ദേവനും അവശേഷിക്കുന്നു. ശ്വേതാ മേനോനോട് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ജഗദീഷ് പിൻവാങ്ങിയത്. നാസർ ലത്തീഫ്, ജയൻ ചേർത്തല, ലക്ഷ്മിപ്രിയ എന്നിവരാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് രംഗത്തുള്ളത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് രവീന്ദ്രനും കുക്കു പരമേശ്വരനും വിധി തേടുന്നു. അനൂപ് ചന്ദ്രനും ഉണ്ണി ശിവപാലും തമ്മിലാണ് ട്രഷറർ സ്ഥാനത്തേക്ക് മത്സര രംഗത്തുള്ളത്. ജനറൽ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി സ്ഥാനങ്ങളിലേക്കാണ് ബാബുരാജ് പത്രിക സമർപ്പിച്ചിരുന്നത്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നവ്യ നായർ, ആശ അരവിന്ദ് തുടങ്ങിയവർ പത്രിക നൽകിയിരുന്നെങ്കിലും പിൻവലിച്ചു. അങ്ങനെ ഏറ്റുമുട്ടുന്നവരും പിൻവാങ്ങിയവരും റെക്കോർഡിട്ട തിരഞ്ഞെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും എല്ലാ കാലത്തും അമ്മ ഭരണസമിതിയുടെ പ്രധാന സ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നു. അവരാരും ഇക്കുറി മത്സരത്തിനില്ല. സോമനും മധുവും ഇന്നസെൻറ്റുമൊക്കെ പ്രസിഡന്റായിരിക്കെ വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി സ്ഥാനങ്ങൾ ഇവർ വഹിച്ചിരുന്നു. ഇന്നസെൻറ്റിനൊപ്പം തുടർച്ചയായി 4 ടേമിൽ മോഹൻലാൽ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഇന്നസെൻ്റ് മരണശേഷം കഴിഞ്ഞ 3 ടേമിലും പ്രസിഡന്റ് സ്ഥാനവും വഹിച്ചു. ഹേമ കമ്മിറ്റി വിവാദത്തെ തുടർന്ന് രാജിവെച്ച് ഒഴിഞ്ഞ അവസാന ഭരണസമിതിയെ നയിച്ചതും അദ്ദേഹമാണ്. എന്നാൽ ഇക്കുറി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൻ്റെ പിന്നാലെ ഇനി ഭാരവാഹിയാകുന്നില്ല എന്ന് മോഹൻലാൽ നിലപാടെടുത്തു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തുടരണമെന്ന് അഡ്ഹോക് കമ്മിറ്റിയുടെ അഭ്യർത്ഥന നിരസിച്ചാണ് അദ്ദേഹം തീരുമാനമറിയിച്ചത്. പേരിനെങ്കിലും അമ്മ ഭരണസമിതിയുടെ ഭാഗമായിരിക്കുന്ന മമ്മൂട്ടിയും ഇക്കുറി ഇല്ല. സുരേഷ് ഗോപി ആദ്യഘട്ടത്തിൽ താല്പര്യം കാണിച്ചെങ്കിലും ഇപ്പോൾ പിൻവലിഞ്ഞ് നിൽക്കുകയാണ്. ഹേമ കമ്മിറ്റി വിവാദത്തിൽ രാജിവെച്ച സിദ്ദിഖും മത്സരിക്കാനിടയില്ല.